ചിത്രാണി ദൃഷ്ട്വാ സംസ്കൃത പദാനി ലിഖത. ഈ ഫോട്ടോസ് നോക്കിയിട്ട് ഈ ഫോട്ടോസിലുള്ളതിന്റെ സാൻസ്ക്രിറ്റ് വേർഡ്സ് എഴുതണം. ഇന്നത്തെ ഫോട്ടോയിൽ ഒരു ആനയാണ്. ആനയ്ക്ക് സാൻസ്ക്രിറ്റിൽ ഗജഹ എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ ഒരു കാക്കയാണ്. കാക്കയ്ക്ക് കാക്കഹ. മൂന്നാമത്തെ പിക്ചർ ഒരു മൂണാണ്. ചന്ദ്രഹ. മൂണിന് ചന്ദ്രഹ. അടുത്ത പേജ് നാലാമത്തെ ഫോട്ടോ ഒരു ലോക്കാണ്. ലോക്കിന് സാൻസ്ക്രിറ്റിൽ ടാലഹ എന്നാണ് പറയുന്നത്. അഞ്ചാമത്തെ ഒരു ബെയറാണ്. ബെയറിന് മല്ലുകഹ. ലാസ്റ്റ് ഫോട്ടോയില് ഒരു ക്യാറ്റാണ്. ക്യാറ്റിന് രണ്ട് സിനോണിംസ് ഉണ്ട്. മാർജാലഹ എന്നും പറയാം, വിഡാലഹ എന്നും പറയാം. അപ്പോൾ ഈ എക്സസൈസിൽ പിക്ചർ നോക്കിയിട്ട് അതിന്റെ മീനിങ് നമ്മൾ സാൻസ്ക്രിറ്റിൽ ഇവിടെ എഴുതണം. അതാണ് ഈ എക്സസൈസ്. അടുത്ത എക്സസൈസ് ചിത്രം ദൃഷ്ട്വാ ഉത്തരം ലിഖത. ഈ ഫോട്ടോസ് നോക്കിയിട്ട് ഈ തരുന്ന ക്വസ്റ്റ്യന്റെ ആൻസർ എഴുതണം. അപ്പൊ ആദ്യത്തെ ബാലകഹ കിം കരോതി. ഈ ആൺകുട്ടി എന്ത് ചെയ്യുവാണ്? ബാലകഹ പഠതി. ഈ ആൺകുട്ടി പഠിക്കുകയാണ്. ബാലകഹ പഠതി എന്ന് പറഞ്ഞാൽ ആൺകുട്ടി പഠിക്കുന്നു. അപ്പോൾ ഇതിന്റെ ബാക്കി ക്വസ്റ്റ്യൻസും ആൻസറും എങ്ങനെ എഴുതാം എന്ന് നമുക്ക് നോക്കാം. ഇപ്പൊ രണ്ടാമത്തെ ഫോട്ടോയില് രണ്ട് ഹോഴ്സ് ഉണ്ട്. അവര് ഓടുവാണ്. അശ്വൗ കിം കുരുതഹ. രണ്ട് ഹോഴ്സ് എന്ത് ചെയ്യുവാണ്? അപ്പൊ അതിന് ആൻസർ നമ്മള് രണ്ട് ഹോഴ്സ് ഓടുന്നു. അതിന് അശ്വൗ ധാവതഹ. Two horse are running. മൂന്നാമത്തെ മൂന്ന് പട്ടികളുണ്ട്. ആ പട്ടികൾ എന്ത് ചെയ്യുന്നതാണ് ചോദിക്കണേ. കുക്കുരാഹ കിം കുർവന്തി. ഈ പട്ടികൾ എന്ത് ചെയ്യുന്നു? അപ്പോ നമ്മൾ ആൻസർ കുക്കുരാഹ ബുക്കന്തി. ഇവര് കുരയ്ക്കുകയാണ്. കുക്കുരാഹ ബുക്കന്തി. ഡോഗ്സ് ആർ ബാർക്കിംഗ്. മൂന്നാമത്തെ ഫോട്ടോയിൽ രണ്ട് ആൺകുട്ടികൾ നോക്കുവാണ്. ഛാത്രൗ കിം കുരുതഹ. രണ്ട് സ്റ്റുഡൻസ് ഉണ്ട്. അവര് എന്ത് ചെയ്യുന്നു? അപ്പൊ നമ്മൾ ആൻസർ എഴുതണം. ഛാത്രൗ പശ്യതഹ. Two students are watching. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ വേറൊരു സെന്റൻസും ആൻസർ ആയിട്ട് എഴുതാം. ഛാത്രൗ തിഷ്ഠതഹ. അതായത് നിൽക്കുന്നു. തിഷ്ഠതഹ. Two students are സ്റ്റാൻഡിങ്. തിഷ്ഠതഹ എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡിങ്. ഇങ്ങനെ നമുക്ക് ആൻസർ എഴുതാം. നാലാമത്തെ ഒരു ഫാർമർ രണ്ട് ഓക്സിനെ വെച്ച് പ്ലഫ് ചെയ്യാണ്. കൃഷകഹ കിം കരോതി. ഫാർമർ എന്ത് ചെയ്യുന്നു? അപ്പോ ആൻസർ കൃഷകഹ കർഷതി. ഫാർമർ ഈസ് ഫ്ലഫിംഗ്. അടുത്തത് രണ്ട് ആനയുണ്ട്. അവർ നടക്കുകയാണ്. ക്വസ്റ്റ്യൻ ഗജൗ കിം കുരുതഹ. ആന എന്ത് ചെയ്യുന്നു? അപ്പൊ ആൻസർ ഗജൗ ചലതഹ. Two elephants are walking. അപ്പോ ഫോട്ടോ നോക്കിയിട്ട് ഇവര് ചോദിച്ച ക്വസ്റ്റ്യന്റെ ആൻസർ എഴുതാം. അതാണ് ഈ എക്സസൈസ്. അടുത്തത് നോക്കാം.
പദാനി സംയോജ്യ വാക്യാനി രചയത. ഈ തരുന്ന ബോക്സിൽ കുറെ വേർഡ്സ് ഉണ്ട്, അത് നമ്മൾ മാച്ച് ചെയ്യുക, എന്നിട്ട് സെന്റൻസ് ഉണ്ടാക്കാം. ഇവിടെ ഈ ടെക്സ്റ്റ് ബുക്കിൽ തന്നേക്കുന്ന വേർഡ്സ് ആണ് ഞാൻ ഇവിടെ ബോർഡിൽ എഴുതിയേക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം ഈ വേർഡ്സിന്റെ മീനിങ്സ് നോക്കാം, അപ്പോൾ നമുക്ക് മാച്ച് ചെയ്തിട്ട് സെന്റൻസ് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ആദ്യം ഗജാഹ. ഗജാഹ എന്ന് പറഞ്ഞാൽ മെനി എലിഫന്റ്. സിംഹൗ. സിംഹൗ 2 ലയൺ. ഗായകഹ സിംഗർ. ഗായകഹ ഏകവചനം ആയതുകൊണ്ട് സിംഗർ. സിംഹം എന്ന് പറഞ്ഞാൽ ദ്വിവചൻ. ഗജാഹ എന്ന് പറഞ്ഞാൽ ബഹുവചൻ. നമ്മളത് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു, ഇങ്ങനെ എൻഡിങ് വരുമ്പോൾ ഏത് വചനങ്ങളാണ് എടുക്കേണ്ടത് എന്നുള്ളത്. ബാലകൗ 2 ബോയ്സ്. മയൂരാഹ മെനി പീകോക്ക്. നൃത്യന്തി മെനി ഡാൻസിങ്, കുറെ പേര് ഡാൻസ് ചെയ്യുന്നു. ഗായതി അത് ഏകവചനാണ്, ഗായതി സിംഗിങ്. പടതഹ ദ്വിവചൻ. 2 ആർ സ്റ്റഡിയിങ്. ചലന്തി മെനി ആർ വാക്കിംഗ്, കുറെ പേര് നടക്കുന്നു. ഗർജദഹ 2 ആർ റോഡിങ്, ദ്വിവചനാണ് ഗർജദഹ. അപ്പോൾ നമ്മൾ ഈ സൈഡിലുള്ള വേർഡ്സ് ഇവിടെ ഉള്ള വേർഡ്സ് ആയിട്ട് മാച്ച് ചെയ്യുക, സെന്റൻസ് ഉണ്ടാക്കുക. അപ്പൊ ആദ്യം ഗജാഹ. ഗജാഹ എന്ന് പറഞ്ഞാൽ മെനി എലിഫന്റ്സ്. അപ്പൊ ഗജാഹ അതിന് മാച്ച് ആവുന്നത് ചലന്തിയാണ്, ആനകൾ നടക്കുന്നു. ഗജാഹ ചലന്തി. അതുപോലെ സിംഹൗ. സിംഹം എന്ന് പറഞ്ഞാൽ 2 സിംഹം. ഇവിടെ എന്താ ഗർജദഹ എന്നുണ്ട്. ഗർജദഹ എന്ന് പറഞ്ഞാൽ റോഡിങ്, അലറുന്നു. സിംഹൗ ഗർജദഹ. ഗായകഹ എന്ന് പറഞ്ഞാൽ സിംഗർ. അവിടെ സ്യൂട്ട് ആയിട്ടുള്ളത് ഗായതി, പാടുന്നു. ഗായകഹ ഗായതി. ബാലകൗ എന്ന് പറഞ്ഞാൽ 2 ബോയ്സ്. അതിന് മാച്ച് ആയിട്ടുള്ളത് ഇവിടെ പടതഹയാണ്. ഇതും ദ്വിവചൻ, ഇതും ദ്വിവചൻ. ബാലകൗ പടതഹ. അവസാനം വരുന്നത് മയൂരാഹ. പീകോക്ക് എന്തായാലും ഡാൻസിങ് ആയിരിക്കും. നൃത്യന്തി. മയൂരാഹ നൃത്യന്തി. അടുത്ത എക്സസൈസ് മഞ്ജുഷാദഹ പദം ചിത്വ റിക്തസ്ഥാനാനി പൂരയത. ഈ തന്നേക്കണ ബോക്സിലെ ഓരോ വേർഡ്സും താഴെ തന്ന സെന്റൻസിന് ഫില്ലപ്പ് ചെയ്യുക. അടുത്തത് നോക്കാം. മഞ്ജുഷാദഹ പദം ചിത്വ റിക്തസ്ഥാനാനി പൂരയത. ഈ ചെറിയൊരു ബോക്സിൽ കുറെ വേർഡ്സ് തന്നിട്ടുണ്ട്, അത് എടുത്തിട്ട് ഈ താഴെ തന്നേക്കുന്ന സെന്റൻസിലേക്ക് ഫില്ലപ്പ് ചെയ്യാം. അപ്പൊ ആദ്യത്തെ വേർഡ് നൃത്യന്തി എന്നാണ്. നൃത്യന്തി എന്ന് പറഞ്ഞാൽ ഡാൻസിങ്. ഗർജദഹ റോറിങ്. നൃത്യന്തി ബഹുവചനാണ്, മെനി ആർ ഡാൻസിങ്. ഗർജദഹ ദ്വിവചനാണ്, 2 ആർ റോറിങ്. ധാവതി സിംഗുലർ ആണ്, ഏകവചൻ ഓടുന്നു. ധാവതി എന്ന് പറഞ്ഞാൽ റണ്ണിങ്. ചലദഹ ദ്വിവചനാണ്, വാക്കിംഗ്. അടുത്തത് ഫലന്തി, അതായത് ഫ്രൂട്ട്സ് തരുന്നു. ഫലന്തി ബഹുവചനാണ്. ഖാദതി ഈറ്റിംഗ്, സിംഗുലർ, ഏകവചനാണ്. അപ്പൊ ഇവിടെ ആദ്യം മയൂരാഹ. മയൂരാഹ എന്ന് പറഞ്ഞാൽ മെനി പീകോക്ക്. അതിന് മാച്ച് ആയിട്ടുള്ളത് ഇവിടെ നൃത്യന്തി എന്നുള്ള വേർഡാണ്. മയൂരാഹ നൃത്യന്തി. അതുപോലെ അടുത്തത് ഗജൗ. ഗജോ എന്ന് പറഞ്ഞാൽ 2 എലിഫന്റ്. അപ്പൊ അവിടെ മാച്ച് ആയിട്ടുള്ളത് ചലതഹ. ഗജൗ ചലതഹ. അടുത്തത് വൃക്ഷാഹ. വൃക്ഷാഹ എന്ന് പറഞ്ഞാൽ മെനി ട്രീസ്. അതിന് സ്യൂട്ട് ആയിട്ടുള്ള വേർഡ്സ് ഇവിടെ ഫലന്തി. സിംഹം എന്ന് പറഞ്ഞാൽ 2 ലയൺ. അതിന് മാച്ച് ആയിട്ടുള്ളത് ഗർജദഹ. അടുത്തത് വാനരഹ എന്ന് പറഞ്ഞാൽ മങ്കി. ഖാദതി. അടുത്തത് അശ്വഹ. അതിന് മാച്ച് ആയിട്ടുള്ളത് ഓടുന്നു. ധാവതി. അപ്പോ മയൂരാഹ നൃത്യന്തി, ഗജൗ ചലതഹ, വൃക്ഷാഹ ഫലന്തി, സിംഹൗ ഗർജദഹ, വാനരഹ ഖാദതി, അശ്വഹ ധാവതി. അടുത്തത് നോക്കാം, ലാസ്റ്റ് എക്സസൈസ്. സഹ തൗ തേ ഇത്യേഭ്യഃ ഉചിതം സർവനാമപദം ചിത്വ റിക്തസ്ഥാനാനി പൂരയത. സഹ തൗ തേ ഈ 3 പ്രോനൗൺസ് ആണ്. അപ്പോൾ സഹ എന്ന് പറഞ്ഞാൽ ഈ, തൗ എന്ന് പറഞ്ഞാൽ ദേ ടു, തേ എന്ന് പറഞ്ഞാൽ ദേ ഓൾ. ഈ തന്നേക്കണ 3 പ്രോനൗൺസ് താഴെ കുറെ സെന്റൻസ് വന്നിട്ടുണ്ട്. അതിന്റെ വേർഡ്സ്, അതായത് ഗജാഹ, ചാക്രൗ, വാനരാഹ, ഗായകഹ, മയൂരാഹ, ഈ തന്നേക്കണ വേർഡ്സ് ആയിട്ട് നമ്മൾ അതിന് ചേർന്ന പ്രോനൗൺ ഇവിടെ ഫില്ലപ്പ് ചെയ്യാം. അപ്പൊ ആദ്യത്തെ നോക്കാം. അശ്വഹ ധാവതി. ഇവിടെ പുല്ലിംഗ ശബ്ദം അശ്വഹയാണ്. അശ്വഹ എന്ന് പറഞ്ഞാൽ ഹോഴ്സ്. ഹോഴ്സ് ഓടുന്നു.
അശ്വഹ ഏകവചനാണ്. അപ്പൊ അതിന് മാച്ച് ആയിട്ടുള്ളത് സഹ. അശ്വഹയ്ക്ക് മാച്ച് ആയിട്ടുള്ള പ്രോനൗൺ സഹ. സഹ ധാവതി. അടുത്തത് ഗജഹ ചലന്തി. ഗജഹ എന്ന് പറഞ്ഞാൽ മെനി എലിഫൻസ്. ഗജഹ എന്ന വേർഡിന്റെ പ്ലൂറൽ ബഹുവചനാണ് ഗജഹ. അപ്പൊ അതിന് സ്യൂട്ട് ആയിട്ടുള്ള പ്രോനൗൺ തേ. സഹാടെ ബഹുവചനാണ് തേ. അപ്പോ തേ ചലന്തി. അടുത്തത് ഛാത്രൗ പഠതഃ. ഛാത്രഹ എന്ന വാക്കിന്റെ ദ്വിവചനാണ് ഛാത്രൗ. ടു സ്റ്റുഡൻസ്. ടു സ്റ്റുഡൻസ് ആർ സ്റ്റഡിയിങ്. ഛാത്രൗ പഠതഃ. അപ്പൊ അതിന്റെ പ്രോനൗൺ തൗ ആയിരിക്കും. തൗ പഠതഃ. വാനരഹ ക്രീഡന്തി. വാനരഹ എന്ന് പറഞ്ഞാൽ മെനി മങ്കീസ്. ക്രീഡന്തി പ്ലേ. അപ്പോ അതിന് വാനരഹ വാനരഹ എന്ന ശബ്ദത്തിന്റെ പ്ലൂറൽ ആണ്. അപ്പൊ മാച്ച് ആയിട്ടുള്ള പ്രോനൗൺ തേ. ഗായകഹ ഗായതി. ഗായകഹ എന്ന് പറഞ്ഞാൽ സിംഗർ. ഗായതി പാടുന്നു. ഗായകഹ അതിന് മാച്ച് ആയിട്ടുള്ള പ്രോനൗൺ സഹ. മയൂരഹ നൃത്യന്തി. മയൂരഹ എന്ന് പറഞ്ഞാൽ പീകോക്സ് ഡാൻസിങ്. മയൂരഹ എന്ന വേർഡിന്റെ ബഹുവചനാണ് മയൂരഹ. അപ്പൊ അതിന് മാച്ച് ആയിട്ടുള്ള പ്രോനൗൺ തേ. തേ നൃത്യന്തി. അപ്പൊ ഇത്രയുമാണ് ഈ ചാപ്റ്ററിൽ എക്സസൈസ് ആയിട്ട് തന്നേക്കുന്നത്. അപ്പോൾ ഈ ക്ലാസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഡൗട്ട് ഉള്ളവർ കമന്റ് ബോക്സിൽ ഇടുക. ധന്യവാദം.